ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിൻ്റെ 8th ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് യൂണിറ്റ് 1 ബോൺസ് ഓഫ് ലൈഫിലെ 3rd ചാപ്റ്ററാണ്. ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ റീഡിംഗ് വായന എക്സ്പ്ലനേഷനാണ്, മലയാളത്തിലുള്ള എക്സ്പ്ലനേഷനാണ്. ഇത് പാർട്ട് 1 ക്ലാസ്സാണ്. അതുപോലെ തന്നെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് അടങ്ങിയ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലിറ്റിൽ തിങ്സ് മാറ്ററിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ് ലഭിക്കും കേട്ടോ. ഇനി കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, അതിൻ്റെ ലിങ്ക് തരാം. ലിറ്റിൽ തിങ്സ് മാറ്റർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇംഗ്ലീഷിന് മാത്രമല്ല നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലിറ്റിൽ തിങ്സ് മാറ്റർ. സോ ഇത് APJ അബ്ദുൽ കലാമിൻ്റെ സ്റ്റോറിയാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം. എവറി മോർണിംഗ് എ ലാർജ് പൈൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് തമിഴ് ഈസ് ഡെലിവേർഡ് ടു മീ. ഡ്യൂറിംഗ് മൈ ട്രാവൽസ് എബ്രോഡ് ഐ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ. ഐ ഡു ദിസ് ബൈ ഗോയിങ് ഓൺലൈൻ ടു റീഡ് ന്യൂസ് ആർട്ടിക്കിൾസ് ആൻഡ് എഡിറ്റോറിയൽസ് ഇൻ മാഗസീൻസ് ആൻഡ് പേപ്പേഴ്സ്. ലാർജ് പൈൽ ഓഫ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പത്രങ്ങളുടെ വലിയ കെട്ട്, കൂമ്പാരം എന്നാണ് അർത്ഥം. സോ നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയിട്ട് വരാം. എല്ലാ മോർണിംഗും എന്താ സംഭവിക്കുന്നത്, എല്ലാ ദിവസവും രാവിലെ ഇംഗ്ലീഷിലും തമിഴിലുമുള്ള പത്രങ്ങൾ എൻ്റെ മുന്നിൽ എത്താറുണ്ട് അല്ലേ. വിദേശ യാത്രകളിലൊക്കെ ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കും. During my travel abroad, I stay in touch with news from India. I do this by going online to read news articles. അതുപോലെ തന്നെ മാസികകളിലും പത്രങ്ങളിലും വാർത്താലേഖനങ്ങളിലും എഡിറ്റോറിയലുകളിലും ഓൺലൈനിലായിട്ടൊക്കെ വായിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിത് ചെയ്യുന്നതെന്നാണ് ആദ്യ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഐ വാസ് ബോൺ ഇൻ ദ ഇയർ 1931. ഇത് ആരാ പറയുന്നത്? ഇത് APJ അബ്ദുൽ കലാം തന്നെയാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മെമ്മോയറാണിത്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1931 വെൻ ഐ വാസ് അബൌട്ട് 8 വേൾഡ് വാർ സെക്കൻഡ് ബ്രോക്ക് ഔട്ട്. അപ്പോൾ അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോഴാണ് വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധം നടക്കുന്നത്. 1931 കാലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ഏകദേശം 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ബ്രോക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. Daily life, however, remained fairly unaffected initially, particularly for us in the southern tip of the country. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ, നമ്മുടെ ഇന്ത്യയുടെ സൗത്തിലുള്ള ആളുകൾക്ക് തുടക്കത്തിൽ ആദ്യം കാര്യമായിട്ടൊന്നും ഈ ലോകമഹായുദ്ധം നടക്കുന്നത് ഇന്ത്യയിലല്ലല്ലോ. അപ്പോൾ ആദ്യമൊന്നും നമ്മളത് അത്ര അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ തെക്കേ അറ്റത്തുള്ളവരായതുകൊണ്ട് തന്നെ, സൗത്തിൽ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അബ്ദുൽ കലാമിൻ്റെ അവരെയും എന്ത് ചെയ്തില്ല, ലോകമഹായുദ്ധം നടന്നു എന്ന് വർക്കൗട്ട് ചെയ്യണതൊന്നും അല്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കണമെന്നും അഫക്റ്റ് ചെയ്തില്ല. നെക്സ്റ്റ് വരുന്നത് The only source of information about the outside world was the newspaper. പുറം ലോകത്തെക്കുറിച്ച് വിവരങ്ങൾ അറിയാനുള്ള ഒരു ഉറവിടം എന്ന് പറയുന്നത് പത്രങ്ങൾ മാത്രമായിരുന്നു. The agency that distributed newspapers was run by my cousin Shamsuddin along with Jalaluddin. അപ്പോൾ ഈ പത്രം വിതരണം ചെയ്യുന്ന ഏജൻസി നടത്തിയിരുന്നത് ഈ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കസിനായ ഷംസുദ്ദീനും ജലാലുദ്ദീനും കൂടി ആയിരുന്നു കേട്ടോ. രണ്ടാളും കൂടിയിട്ടാണ്. ഹി വാസ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഇൻ മൈ ഏർലി ലൈഫ്. അപ്പോൾ കലാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത, സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഈ ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ ഹാഡ് ഗ്രേറ്റ് അഫെക്ഷൻ ഫോർ മീ ആൻഡ് എൻകറേജ്ഡ് മീ ഇൻ സോ മെനി വേസ്. അപ്പോൾ ഷംസുദ്ദീന് നമ്മുടെ അബ്ദുൽ കലാമിനോട് വളരെയധികം വാത്സല്യം ഉണ്ടായിരുന്നു. ഒരുപാട് രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അബ്ദുൽ കലാമിന്. that he became a guiding light for me. ഒരു വഴികാട്ടി ആയിരുന്നു. ഷംസുദ്ദീൻസ് ന്യൂസ് പേപ്പർ ഏജൻസി വാസ് ദ ഓൺലി വൺ ഇൻ രാമേശ്വരം. അപ്പോൾ നമ്മുടെ APJ അബ്ദുൽ കലാം എവിടെയാണ് ജനിക്കുന്നത്? എല്ലാവർക്കും അറിയാം, രാമേശ്വരത്താണ് അല്ലേ. അപ്പോൾ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ആളാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ ആയ അദ്ദേഹം. അപ്പോൾ ഷംസുദ്ദീൻസ് ന്യൂസ് പേപ്പർ ഏജൻസി വാസ് ദ ഓൺലി വൺ ഇൻ രാമേശ്വരം. അപ്പോൾ രാമേശ്വരത്ത് ആകെ കൂടെ ഒരു ന്യൂസ് പേപ്പർ ഏജൻസി ഉണ്ടായിരുന്നുള്ളൂ, അത് ഷംസുദ്ദീൻ്റെ ആണ്. ദർ വർ അബൌട്ട് 1000 ലിറ്ററേറ്റ് പീപ്പിൾ ഇൻ ദ ടൗൺ. അപ്പോൾ ഒരു 1000 എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ആ ഒരു ടൗണിലുണ്ടാവും, അത്രേ അറൗണ്ട് ഉണ്ടാവുള്ളൂ. And he delivered newspapers to all of them. The papers carried news about the independence movement that was heading towards a crescendo at the time.
സോ അവ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണല്ലോ പൊതുവെ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ 1000-ഓളം സാക്ഷരരായ ആളുകൾക്ക് അവർ പത്രങ്ങൾ വാങ്ങിക്കുമായിരുന്നു, അവർക്ക് പത്രങ്ങൾ എത്തിച്ചു. അപ്പോൾ ആ സമയത്തെ ഒരു എന്താ പറയുക, ന്യൂസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത്. ആ സ്വാതന്ത്ര്യ സമരം ഒക്കെ തന്നെ ആയിരുന്നു അതിൽ ന്യൂസസ് ആയിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് നീങ്ങുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു പത്രങ്ങളിൽ ന്യൂസ് ഉണ്ടായിരുന്നത്. ഇതിൽ ക്രസൻഡോ മീനിങ് ആവേശം. ഓക്കെ, these news items would be read and discussed among everyone. There would also be news from the war front about Hitler and Nazi army. അതുപോലെ അത് കൂടാതെ എന്തൊക്കെ ന്യൂസുകൾ പത്രത്തിൽ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചും ഉണ്ടായിരുന്നു. ഈ വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു, 2ാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ശരിക്കും 2ാം ലോക മഹായുദ്ധം നടക്കുന്ന ആ പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് ഹിറ്റ്ലറും അതുപോലെ തന്നെ ഹിറ്റ്ലറിൻ്റെ നാസി ആർമിയും അവരുടെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും എല്ലാം എന്തിൽ വരും? പത്രത്തിൽ വരുമായിരുന്നു. ആൻഡ് തമിഴ് പേപ്പർ ദിനമണി വാസ് ദ മോസ്റ്റ് പോപ്പുലർ ഓഫ് ഓൾ. അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പത്രം എന്ന് പറഞ്ഞ പ്രചാരത്തിലുള്ളൊരു പത്രമായിരുന്നു തമിഴ് പത്രമായ ദിനമണി. തമിഴ്നാട്ടിലാണ് രാമേശ്വരം. നെക്സ്റ്റ് വരുന്നത്, the way the papers reached Rameshwaram was quite unique. They came by morning train and were kept at Rameshwaram station. From there they had to be collected and sent to all the subscribers. This was Shamsuddin's business and he managed it effortlessly. However, as World War II ragged, it affected the newspaper delivery business in a strange way. സോ ഇവിടെ രാമേശ്വരത്ത് ഈ പത്രങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഈ മീനിങ് ഒന്ന് എഴുതാം. അതായത് യുണീക്ക് ആയിട്ടുള്ള, എപ്പോഴും എല്ലാവിടെയും എത്തുന്ന പോലെ അല്ല രാമേശ്വരത്തെ പത്രങ്ങൾ എത്തിയത്. അത് വ്യത്യസ്തമായിരുന്നു. രാവിലെ ട്രെയിനിൽ എത്തും പത്രങ്ങൾ, എന്നിട്ട് രാമേശ്വരം സ്റ്റേഷനിൽ സൂക്ഷിക്കും. അവിടെ നിന്ന് ശേഖരിച്ച് എല്ലാ വരിക്കാർക്കും അയക്കുക. ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു ഷംസുദ്ദീൻ ചെയ്തിട്ടുണ്ടായിരുന്ന ബിസിനസ്. അയാളായിരുന്നു ഇതിൻ്റെ ആള്. അപ്പോൾ എളുപ്പത്തിൽ അയാൾ കൈകാര്യം ചെയ്തൊരു കാര്യമാണ്. പക്ഷേ അപ്പോൾ നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട് ചെയ്ത പീരീഡാണ്. സെക്കൻഡ് വേൾഡ് വാർ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂസ് പേപ്പർ ഡെലിവറി ബിസിനസ്സിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് നോക്കാം. The British government had placed a number of sanctions and rations on goods. Something like a state of emergency now prevailed in the country. Our large family felt the difficulties acutely. Food, clothes, the needs of the babies of the household all became difficult to procure. As the difficulties of the war continued to affect us, Shamsuddin came up with a proposal that excited and delighted me. One fallout of the conditions was that the rail stop at Rameshwaram station had been done away with. What would happen to our papers then? How are they to be collected and distributed to all the people of the town? Shamsuddin found a way out. So, British government സാധനങ്ങൾക്ക് നിരവധി ഉപരോധങ്ങളും റേഷനുകളും ഏർപ്പെടുത്തി. അതായത് 2ാം ലോക മഹായുദ്ധം നടക്കുകയാണ്, എല്ലാ രാജ്യങ്ങളും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ലോകം മൊത്തം ബാധിക്കുന്നുണ്ട്. ഇന്ത്യ അന്ന് ബ്രിട്ടീഷുകാരുടെ കോളനിയാണ്. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആര് തന്നെയാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെയാണ്. സോ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ്? ഇവിടുത്തെ സാധനങ്ങൾക്ക് അതുപോലെ തന്നെ ഒരുപാട് സാങ്ഷൻസും റേഷൻസും ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ രാജ്യം ഒരു അടിയന്തരാവസ്ഥ പോലെ ആവുകയാണ്, ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നിലനിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ കുടുംബവും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഭക്ഷണമായിക്കോട്ടെ, വസ്ത്രങ്ങൾ, വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, ഇതെല്ലാം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായി. യുദ്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്ത്യനെയും അതേപോലെ അബ്ദുൽ കലാമിൻ്റെ ഫാമിലിയും ബാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് നമ്മുടെ ഈ പത്രത്തിൻ്റെ ഉടമയായ ഷംസുദ്ദീൻ വരുന്നത്. ഷംസുദ്ദീൻ വന്നിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. എന്താണ്? രാമേശ്വരം സ്റ്റേഷനിലെ റെയിൽ സ്റ്റോപ്പ് ഇല്ലാതാക്കി. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? രാമേശ്വരം സ്റ്റോപ്പേ ഇല്ലാണ്ടാക്കി. റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ അവിടെ ട്രെയിൻ നിൽക്കാനുള്ള സ്റ്റോപ്പ് എടുത്തു കളഞ്ഞു അവർ. അതുവരെ നമുക്ക് പത്രങ്ങൾ വരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യുന്നു, അത് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അവിടെ സ്റ്റേഷനേ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് പത്രങ്ങൾ എത്തുക? പത്രങ്ങൾ വരുന്നത് രാവിലെ ട്രെയിനിലാണ്. ആ പത്രങ്ങൾ വരുന്നു, സ്റ്റേഷനിൽ കളക്ട് ചെയ്ത് വെക്കുന്നു, ഇങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഷംസുദ്ദീൻ അതിനൊരു വഴി കണ്ടുപിടിക്കുകയാണ്. The papers would be kept ready in large bundles. As the train chugged down the Rameshwaram Dhanushkodi track, they would be flung out onto the platform. അപ്പോൾ എന്തായിരുന്നു ആ വഴി?
ഈ പത്രങ്ങൾ വലിയ വലിയ കെട്ടുകളാക്കിയിട്ട് ബണ്ടിൽസ് ആക്കിയിട്ടാണ് സൂക്ഷിക്കുക. അപ്പോൾ രാമേശ്വരം ധനുഷ്കോടി ട്രാക്കിലൂടെ ട്രെയിൻ നീങ്ങുമ്പോൾ അപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയും, ട്രാക്കിലേക്ക് വലിച്ചെറിയും. ഫ്ലങ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം പറഞ്ഞാൽ വലിച്ചെറിയുക ചെയ്യും. വലിച്ചെറിയുക പറഞ്ഞു കഴിഞ്ഞാൽ നീങ്ങുന്ന സമയത്ത് ചങ്കഡ് ഔട്ട് പറഞ്ഞാൽ നീങ്ങുക, ചങ്കഡ് ഔട്ട്. ഫ്ലങ് ഔട്ട് പറഞ്ഞാൽ പുറത്തേക്ക് വലിച്ചെറിയും. ആൻഡ് ദാറ്റ് ഇസ് വെർ ഐ കെയിം ഇൻ. ഷംസുദ്ദീൻ ഓഫേർഡ് മീ ദ എൻജോയബിൾ ജോബ് ഓഫ് കളക്ടിങ് ദീസ് ബണ്ടിൽസ് ഓഫ് പേപ്പേഴ്സ് ത്രോൺ ഫ്രം ദ മൂവിംഗ് ട്രെയിൻ ആൻഡ് ദെൻ ടേക്കിംഗ് ദം അറൌണ്ട് ടൗൺ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഷംസുദ്ദീൻ ഇവിടെ പറഞ്ഞ കാര്യം ഇതായിരുന്നു, എന്ത് ചെയ്യും, ആ വലിച്ചെറിയപ്പെട്ട ആ ഒരു പത്രത്തിൻ്റെ ബണ്ടിൽസ് ശേഖരിച്ച് അത് വലിച്ചെറിയുന്ന സമയത്ത് അപ്പം തന്നെ ശേഖരിക്കുക, എന്നിട്ട് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നഗരം മുഴുവൻ വിതരണം ചെയ്യുന്നതിനുള്ള ആ ഒരു ജോലി കലാമിനെ ഏൽപ്പിക്കുകയാണ്. My enthusiasm knew no bounds. I was only 8, but I was doing to contribute in a meaningful way to the household income. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അബ്ദുൽ കലാം ഇതൊക്കെ ചെയ്യുമ്പോൾ അബ്ദുൽ കലാമിൻ്റെ പ്രായം എന്ന് പറയുന്നത് വെറും 8 വയസ്സാണ്. അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ എന്തൂസിയാസം എന്ന ആവേശം എന്നൊക്കെ പറയാം, അതിന് അതിരുകളില്ലായിരുന്നു. 8 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ വീട്ടിലെ ആ ഒരു ബുദ്ധിമുട്ടിന് സഹായിക്കാനുള്ള ഒരു ഇതിലെ ആ ഒരു ചെറിയ ഇൻകം വെച്ചിട്ടാണെങ്കിലും ആ വീട്ടിലെ എന്താ പറയുക വീട്ടിലെ ചെലവുകൾക്ക് ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു സഹായം ചെയ്യാൻ അബ്ദുൽ കലാമിന് കഴിയുകയാണ്. ഫോർ മെനി ഡേയ്സ് ഐ ഹാഡ് നോട്ടീസ്ഡ് ദ എമൗണ്ട് ഓഫ് ഫുഡ് ഓൺ മൈ മദർ ആൻഡ് ഗ്രാൻഡ് മദേഴ്സ് പ്ലേറ്റ്സ് ബിക്കം ലെസ്സർ ആൻഡ് ലെസ്സർ ആസ് ദേ ഡിവൈഡഡ് ദ പോർഷൻസ് ബിറ്റ്വീൻ ഓൾ ഓഫ് us. അപ്പോൾ കുറേ ദിവസമായിട്ട് എന്ത് ചെയ്യാണ്, അബ്ദുൽ കലാം ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ പാത്രങ്ങളിലെ ഭക്ഷണം കുറഞ്ഞു വരുന്നു അളവ്. കാരണം എന്താണ്, പല ദിവസങ്ങളിലും അവർക്ക് കഴിക്കുന്ന ഭക്ഷണം പോലും അവർ കുട്ടികൾക്ക് നൽകിയിട്ട് അവരുടെ ഷെയർ കൂടെ ഈ ബാക്കിയുള്ള കുട്ടികൾക്ക് നൽകിയിട്ട് അവർ കുറച്ച് മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും കഷ്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം. ദ ചിൽഡ്രൻ വർ ഓൾവേസ് ഫെഡ് ഫസ്റ്റ് ആൻഡ് ഡോണ്ട് റിമെമ്പർ എനി ഓഫ് us എവർ ഗോയിങ് ഹംഗ്രി. അപ്പോൾ ആദ്യം കുട്ടികൾക്കായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത്. ഈ കുട്ടികളാരും ഒരിക്കലും വിശന്നിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്ന് അബ്ദുൽ കലാം പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അമ്മയും ഗ്രാൻഡ്മയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് ഭക്ഷണം ആദ്യം കൊടുത്ത് അവരുടെ വയറ് നിറച്ചിട്ടായിരുന്നു ബാക്കി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ. ഒബ്വിയസ്ലി ദ വിമൺ വെർ കോംപ്രമൈസിങ് ഓൺ ദിയർ ന്യൂട്രീഷൻ ഫോർ us. അപ്പോൾ അബ്ദുൽ കലാം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും സ്ത്രീകൾ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് മക്കൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം ലഭിക്കാൻ വേണ്ടി സ്ത്രീകൾ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഐ റെഡിലി അക്സെപ്റ്റഡ് ഷംസുദ്ദീൻസ് ഓഫേഴ്സ്. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് ഷംസുദ്ദീൻ ഈ ഒരു ഓഫർ മുന്നോട്ട് വെച്ചപ്പോൾ അബ്ദുൽ കലാം തിരിച്ചും മറിച്ചൊന്നും ആലോചിക്കുന്നില്ല, അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്യാണ്, സമ്മതിക്കുന്നു. However, my new job had to be fitted into my regular routine. My studies and school had to continue as before. The delivery business had to be accommodated amidst all these other activities. Among my siblings and cousins, I had shown an early aptitude for mathematics. My father had arranged for me to take tuitions from our mathematics teacher. However, my teacher had a condition that we students needed to reach his home at dawn after having taken a bath. So, നമ്മൾ പറഞ്ഞത് however എന്നിരുന്നാലും ഈ പുതിയ ജോബ് പോയി കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പക്ഷെ അത് ആ റെഗുലർ റുട്ടീനിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ 8 വയസ്സൊരു കുട്ടിയാണല്ലേ, അപ്പോൾ പഠിക്കുന്ന കുട്ടിയായിരിക്കും, പതിവ് ദിനചര്യകളുണ്ട്, അതിൽ ഉൾപ്പെടുത്തണം ഈ കാര്യം. അപ്പോൾ പഠനവും സ്കൂളും മുമ്പത്തെ പോലെ തന്നെ തുടരണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. എല്ലാ പ്രവർത്തനങ്ങൾക്കിടയിലും ഈ ഡെലിവറി ബിസിനസ് നടത്തണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അബ്ദുൽ കലാമിൻ്റെ സിബ്ലിങ്സിനെ സഹോദരന്മാരിലും വ്യത്യസ്തരായിരുന്നു. ഇവന് മാത്സിൽ, അതായത് നമ്മുടെ അബ്ദുൽ കലാമിന് മാത്സിൽ ഗണിതശാസ്ത്രത്തിൽ എന്തുണ്ടായിരുന്നു, അഭിരുചി കാണിച്ചു. ആ കുട്ടിയായിരിക്കുമ്പോൾ എന്തുണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുള്ള അഭിരുചി അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അബ്ദുൽ കലാമിൻ്റെ അച്ഛൻ ഗണിത അധ്യാപകൻ, മാത്സ് ടീച്ചറിൽ നിന്നൊരു ട്യൂഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഈ സ്റ്റുഡൻസ് ഒക്കെ കുളിച്ച ശേഷം പുലർച്ചെ രാവിലെയാണ് ട്യൂഷൻ, കുളിച്ച ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. ഇതായിരുന്നു കണ്ടീഷൻ, അതായിരുന്നു അവിടുത്തെ കണ്ടീഷൻ. അങ്ങനെ ഒരു വർഷം. So for a year, which was the duration of the tuition, I started my day while it was still dark outside, with my mother shaking me awake. She herself would have risen before me and got my baths ready. അങ്ങനെ ഒരു വർഷം നമ്മൾ ട്യൂഷൻ ഒരു വർഷം അങ്ങനെ പോണ സമയത്ത്
രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേക്കും. അങ്ങനെ അമ്മ വിളിച്ചെഴുന്നേൽപ്പിച്ച് കുളിച്ച് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഷീ വുഡ് ദെൻ ഹെൽപ്പ് മീ ബാത്ത് ആൻഡ് സെൻഡ് മീ ഓൺ മൈ വേ ടു മൈ ടീച്ചേഴ്സ് ഹോം. അമ്മ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, അമ്മ കുളിക്കാനൊക്കെ സഹായിക്കും. എന്നിട്ട് ടീച്ചറുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കും ട്യൂഷന് വേണ്ടിയിട്ട്. ദർ ഐ വുഡ് സ്റ്റഡി ഫോർ ആൻ അവർ ആൻഡ് റിട്ടേൺ ബൈ 5 AM. അവിടെ 1 മണിക്കൂർ പഠിച്ചതിന് ശേഷം 5 മണിക്ക് തിരിച്ചു വരും. അപ്പം 4 മണിക്കായിരിക്കും ട്യൂഷൻ. നിങ്ങൾ ആലോചിക്കണം, രാവിലെ പുലർച്ചെ 4 മണിക്കാണ് കേട്ടോ. 8 വയസ്സായ ഒരു കുട്ടിയാണ്. ബൈ ദെൻ മൈ ഫാദർ വുഡ് ബി റെഡി ടു ടേക്ക് മീ ടു ദ അറബിക് സ്കൂൾ നിയർ ബൈ. അപ്പോഴത്തേക്ക് അച്ഛനവിടെ റെഡിയായി നിൽക്കും അറബിക് സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം അബ്ദുൽ കലാമാണ്, സോ അവർക്ക് അറബിയൊക്കെ പഠിക്കണമല്ലോ. ഡോൺ പുലർച്ചെ എന്നാണ്. നെക്സ്റ്റ് വരുമ്പോൾ After my lesson was over, I would sprint to the railway station. Soon the engine smoke would be visible in the distance. അറബിക് ക്ലാസ്സും കഴിയുന്ന സമയത്ത് കലാം എന്ത് ചെയ്യും, റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടും. അപ്പോഴത്തേക്കും ട്രെയിൻ വരാനായിട്ടുണ്ടാവും. സൂൺ ദ എൻജിൻ സ്മോക്ക് വുഡ് ബി വിസിബിൾ ഇൻ ദ ഡിസ്റ്റൻസ്. അപ്പോൾ ആ എൻജിൻ്റെ പുക ദൂരെ നിന്ന് വിസിബിൾ ആവും. ദ ഹോൺ വുഡ് ബി ടൂട്ടഡ് ലൗഡ്ലി ആൻഡ് വിത്ത് ദ തണ്ടറസ് ഓർ ദ ട്രെയിൻ വുഡ് പാസ് ത്രൂ ദി സ്റ്റേഷൻ. അപ്പോൾ സ്പ്രിൻറ്റ് ചെയ്യുക പറഞ്ഞ് ഓടുകയാണ്, സ്പീഡിൽ ഓടുകയാണ്. അപ്പോൾ ആ ട്രെയിനിൻ്റെ ടൂട്ടഡ് പറഞ്ഞ മുഴങ്ങുന്ന സൗണ്ട് കേൾക്കുമായിരുന്നു. തണ്ടറസ് റോർ പറഞ്ഞ നമ്മൾ ഈ ഇടി പൊട്ടില്ലേ, അതുപോലെ. ദ ട്രെയിൻ വുഡ് പാസ് ത്രൂ ദ സ്റ്റേഷൻ. ഐ ഹാഡ് വർക്ക്ഡ് ഔട്ട് ദ ബെസ്റ്റ് സ്പോട്ട് ഫ്രം വിച്ച് ടു കീപ്പ് എൻ ഐ ഔട്ട് ഫോർ ദ ഫ്ലൈയിങ് ന്യൂസ് പേപ്പർ ബണ്ടിൽസ്. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് വലിച്ചെറിയുമ്പോൾ ഈ ന്യൂസ് പേപ്പർ ബണ്ടിൽ ഇങ്ങനെ പറന്നല്ലേ വന്ന് വീഴുക. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഉച്ചത്തിൽ ഹോണ് മുഴങ്ങുകയും ഇടിമുഴക്കത്തോടെ ട്രെയിൻ സ്റ്റേഷനിലൂടെ കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ പറന്നു പോകുന്ന പത്രക്കെട്ടുകൾ ശ്രദ്ധിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അബ്ദുൽ കലാം. ലൈക്ക് ക്ലോക്ക് വർക്ക് they would be tossed out onto the platform. The train would then huff and puff away. Shamsuddin's person in the train would have out to me and my job would begin. So അവിടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എറിയും. അപ്പോൾ ട്രെയിനിൽ ആ സമയത്ത് ട്രെയിൻ നിൽക്കൊന്നുമില്ല. ട്രെയിൻ എന്ത് ചെയ്യും, ട്രെയിൻ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഷംസുദ്ദീൻ്റെ ഒരാൾ അകത്ത് കയറിയിട്ട് ഷംസുദ്ദീൻ ഒരു പേഴ്സൺ ആ ട്രെയിനിലുണ്ടാവും. അയാൾ എന്ത് ചെയ്തു തരും, ആ സംഭവം ട്രെയിൻ വുഡ് വേവ് ഔട്ട് ടു മീ. എന്നിട്ട് ആ കൈവീശി കാണിക്കും, അതിനകത്ത് പോയിട്ട് കൈവീശി കാണിക്കും. അപ്പം റെഡിയായി നിൽക്കും ആ സാധനം പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ദെൻ അങ്ങനെ പിടിക്കുക, അങ്ങനെയാണ് ജോലി ആരംഭിക്കുക. I then picked up the bundles. ശേഷം ആ ബണ്ടിൽസ് എല്ലാം പിക്ക് ചെയ്യും. ഡിവൈഡഡ് ദം up into the batches according to the neighborhood in which the papers had to be distributed, and off I went. For about an hour I tore around Rameshwaram delivering the papers to everyone. Then അതിനുശേഷം ആ ബണ്ടിൽസ് എല്ലാം പിക്ക് ചെയ്തു, അതെല്ലാം ഡിവൈഡ് ചെയ്ത് വിതരണം ചെയ്യേണ്ട പ്രദേശങ്ങൾക്കായി ബാച്ചായി ഡിവൈഡ് ചെയ്ത് വെക്കുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. രാമേശ്വരത്ത് ചുറ്റിക്കറങ്ങി എല്ലാവർക്കും അത് എത്തിച്ചു കൊടുക്കും. ഓക്കെ, സൂൺ ഐ ബിഗാൻ ടു ഐഡൻറ്റിഫൈ ദ പീപ്പിൾ ബൈ ദ പേപ്പേഴ്സ് ദേ റീഡ്. പിന്നീട് ആളുകളെ എങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയത്, അവർ വായിക്കുന്ന പത്രങ്ങൾ നോക്കിയിട്ടാണ് ആളുകളെ അബ്ദുൽ കലാം തിരിച്ചറിയാൻ തുടങ്ങിയത്. മെനി വുഡ് ബി വെയിറ്റിംഗ് ഫോർ മീ ആൻഡ് ദർ വുഡ് ഓൾവേസ് ബി എ ഫ്രണ്ട്ലി വേർഡ് ഓർ ടു. ഒരുപാട് പേര് പത്രം വരാൻ വേണ്ടി അബ്ദുൽ കലാമിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ചിലർ നല്ല സ്നേഹമായിട്ട് സംസാരിക്കും, നല്ല വാക്കുകൾ പറയും, അങ്ങനെയൊക്കെ ചെയ്യും. Some would tell me to hurry back home so I would not to be late for school. ചിലർ പറയും വേഗം തിരിച്ച് വീട്ടിലേക്ക് പൊക്കോളൂ, സ്കൂളിലേക്ക് ലേറ്റ് ആവണ്ട, അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ട്. I think most people enjoyed being handed their papers by a cheerful 8 years old. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒരു 8 വയസ്സുകാരൻ അവരുടെ പത്രങ്ങൾ നൽകുന്നത് മിക്ക ആളുകളും ആസ്വദിച്ചു എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. കാരണം ഇത്രയും ചെറിയൊരു കുട്ടിയാണല്ലേ, ഒരു 8 വയസ്സായ ഒരു കുട്ടി പത്രം കൊണ്ടു തരുന്നു. അപ്പോൾ ആ പത്രം കൊണ്ടു തരുന്നത് അവരെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Our town being on the east coast by the time the work was over at 8 AM. അങ്ങനെ ഇവരുടെ ടൗൺ എന്ന് പറയുന്നത് ഈസ്റ്റ് കോസ്റ്റ് ഭാഗത്തായിരുന്നു. 8 മണിയാകുമ്പോൾ ഈ ജോലി കഴിയും. ദ സൺ വുഡ് ബി ഹൈ അപ്പ് ഇൻ ദ സ്കൈ. അപ്പോൾ സൂര്യൻ കുറച്ചുകൂടി മേലേക്ക് പൊങ്ങി വന്നിട്ടുണ്ടാവും. നൗ ഐ ഹെഡഡ് ബാക്ക് ഹോം where my mother waited with breakfast. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അമ്മ ബ്രേക്ക്ഫാസ്റ്റുമായി റെഡിയായി നിൽക്കും.
A simple meal would be served, but how hungry I was. My mother made sure I ate every morsel before sending me off to school, but my work did not end there. അപ്പോൾ മോർസൽ പറഞ്ഞ അമ്മ എന്ത് ചെയ്യുന്നുണ്ടാവും, ചെറിയൊരു മീൽ സെർവ് ചെയ്യുമല്ലേ, അപ്പോൾ ഒരു കഷ്ണം പോലും വേസ്റ്റ് ചെയ്യാതെ കഴിക്കാൻ വേണ്ടി അമ്മ ശ്രദ്ധിക്കുമായിരുന്നു. ലളിതമായിട്ടുള്ള പ്രഭാത ഭക്ഷണമാണ്, പക്ഷെ ഭയങ്കരമായിട്ട് വിശന്നിട്ടാണല്ലോ വരുന്നത്. സ്കൂളിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഓരോ കഷ്ണവും കഴിക്കുന്നുണ്ടെന്ന് അമ്മ ഉറപ്പാക്കിയിട്ട് മാത്രമേ ആ സ്കൂളിലേക്ക് വിടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൻ്റെ ജോലി അവിടെ അവസാനിച്ചില്ല. In the evening after school was over, I would do the rounds of Shamsuddin customers again, collecting dues. വൈകുന്നേരമായ വീണ്ടും ജോലി തുടങ്ങുകയാണ്. എന്താണ്, ഈ പത്രത്തിൻ്റെ പൈസ കളക്ട് ചെയ്യണ്ടേ, പണം ശേഖരിക്കണ്ടേ. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഷംസുദ്ദീൻ്റെ ഈ കസ്റ്റമേഴ്സിനെയൊക്കെ പോയി ചുറ്റി നടന്ന് കണ്ട് പണം ശേഖരിക്കും. പിന്നെ ഞാൻ ആ ഷംസുദ്ദീനെ പോയി കാണും. അതാണ് പറയുന്നത്. ദെൻ ഐ വുഡ് മീറ്റ് ഹിം സോ ദാറ്റ് ഹി കുഡ് വർക്ക് ഔട്ട് ദ അക്കൗണ്ട്സ് ഓഫ് ദി ഡേ. അങ്ങനെ ആ ദിവസത്തെ കണക്കുകൾ തയ്യാറാക്കും. At that time, sitting somewhere near the sea with the breeze blowing in, Jalaluddin or Shamsuddin would finally open up the day's paper. All of us would pore over the black type of the Dinamani. One of them would read aloud the news items and slowly the larger. അതിനുശേഷം കടലിനടുത്ത് എവിടെയോ ഇരുന്നിട്ട് കാറ്റ് കടലിൽ വീശുന്ന അറിയാലോ, ജലാലുദ്ദീനോ അല്ലെങ്കിൽ ഷംസുദ്ദീനോ ആ ദിവസത്തിലെ പത്രം വായിക്കാൻ തുടങ്ങും. അങ്ങനെ ദിനമണി പത്രമാണ് വായിക്കുക. അതിൽ ആ കറുത്ത ടൈറ്റിൽ ഉണ്ടാവുമല്ലോ, ഹെഡ്ലൈൻസ്, അത് സൂക്ഷ്മമായിട്ട് വായിക്കും. ഓരോ ഒരു വാർത്തകൾ ഉറക്കെ വായിക്കും. അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ ആ ദിവസത്തെ കാര്യങ്ങൾ പതുക്കെയും ഉറക്കെയൊക്കെ വായിക്കുമായിരുന്നു. ഔട്ട്സൈഡ് വേൾഡ് വുഡ് എൻറ്റർ അവർ കോൺഷ്യസ്നെസ്, ഗാന്ധിജി. അങ്ങനെ പുറം ലോകം ഇവരുടെ ബോധത്തിലേക്ക് കടന്നു വരും. നമുക്കിപ്പോൾ സൗത്തിൽ, ഇന്ത്യയുടെ ഇത്രയും വലിയൊരു രാജ്യത്ത് നമ്മൾ തെക്കുള്ള അല്ലെങ്കിൽ സൗത്ത് ഭാഗത്തുള്ള രാമേശ്വരം പോലെ ഒരു ചെറിയ സ്ഥലത്തുള്ള ഒരു സ്ഥലത്തോട്ട് പുറത്തുള്ള ന്യൂസസ് വരികയാണ്. അതായത് നമുക്കറിയില്ല, നോർത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പത്രത്തിലൂടെ മാത്രമേ അറിയുള്ളൂ. ഗാന്ധിജീനെ കുറിച്ച്, കോൺഗ്രസ് പാർട്ടി, ഹിറ്റ്ലർ ഇവിടെയുള്ള ആളല്ലല്ലോ, നമ്മുടെ രാജ്യത്തിന് പുറത്ത് നടക്കുന്ന ഒരു കാര്യമാണ് ഹിറ്റ്ലർ. അതുപോലെ പെരിയാർ ഇ വി രാമസ്വാമി അയ്യർ, അങ്ങനെ അന്നത്തെ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ച്. ദെയർ വേർഡ്സ് വുഡ് ഹാങ് ഇൻ ദ ഈവനിങ് എയർ. ഐ വുഡ് ട്രേസ് ദ ഫോട്ടോസ് ആൻഡ് വേർഡ്സ് വിത്ത് മൈ ഫിംഗേഴ്സ്, വണ്ടറിങ് വാട്ട് ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ടു ബി ഔട്ട് ദർ ഇൻ ദ ലാർജർ വേൾഡ് വിത്ത് ഓൾ ഓഫ് ദം. മേ ബി ഐ തോട്ട് ടു മൈ സെൽഫ് വൺ ഡേ ഐ വുഡ് ഗോ ടു ദ ബിഗ് സിറ്റീസ് ലൈക്ക് മദ്രാസ്, ബോംബെ ആൻഡ് കൽക്കത്ത. സോ ഇവരെക്കുറിച്ചൊക്കെ, ഈ വലിയ ലോകങ്ങളെക്കുറിച്ചൊക്കെ അറിയുകയാണ് പത്രങ്ങളിലൂടെ. അപ്പോൾ വലിയ ലോകത്ത് അവരോടൊപ്പം ഇരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം മനസ്സിൽ കരുതാണ്, ഒരു ദിവസം മദ്രാസ്, ബോംബെ, കൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ ഞാനും എത്തും, ഞാൻ പോവുമായിരിക്കും എന്ന് അദ്ദേഹം കരുതാണ്. വാട്ട് വുഡ് ഐ say if I ever go to meet people like Gandhiji and Pandit Nehru? But such thoughts were soon interrupted by the calls of my playmates and then the call for dinner. There was homework to be done and even ഒരു മിനിറ്റ്. അപ്പം അവരെയൊക്കെ കാണാൻ കഴിയുമോ, അങ്ങനെയൊക്കെ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് വേറെ തോട്ട്സ് വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇൻട്രപ്റ്റ് ചെയ്തു. കാരണം എന്താണ്, കൂട്ടുകാർ വിളിക്കുന്നുണ്ട്, ഡിന്നറിനുള്ള സമയമായി അല്ലേ. അപ്പോൾ അങ്ങനെ ആ ശ്രദ്ധ അങ്ങനെ തിരിഞ്ഞു പോകും. വൈകുന്നേരം ആയിട്ടോ, രാത്രി ആവുന്ന സമയമാണ്. ആൻഡ് ഈവൻ an 8-year-old ഹാസ് ഓൺലി ദാറ്റ് മച്ച് എനർജി ടു സ്പെൻഡ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു 8 വയസ്സുകാരന് ഇത്രയൊക്കെ എനർജി സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. ബൈ 9 PM ഐ വുഡ് ബി ഫാസ്റ്റ് asleep. ആസ് എ നെക്സ്റ്റ് ഡേ മൂവ് സ്റ്റഡീസ് ആൻഡ് ദ ലൈഫ് ഓഫ് എ വർക്കിംഗ് മാൻ ലേ ഇൻ സ്റ്റോർ. അപ്പോൾ 9 മണിയാവുന്ന സമയത്ത് അപ്പോഴത്തേക്ക് ഉറങ്ങും. അടുത്ത ദിവസം പഠിക്കണം, ജോലി ചെയ്യണം അല്ലേ. അതുകൊണ്ട് തന്നെ 9 PM ആകുമ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടാവും. ദിസ് റൂട്ടീൻ കണ്ടിന്യൂഡ് ഫോർ അബൌട്ട് എ ഇയർ. ഇൻ ദാറ്റ് 1 year ഓഫ് റണ്ണിങ് അറൌണ്ട് വിത്ത് ദ പേപ്പേഴ്സ് ഐ ഗ്രൂ ടോളർ ആൻഡ് ബ്രൗണർ. ഒരു വർഷം ഇതേ ഒരു റുട്ടീൻ ഓടിക്കൊണ്ടിരുന്നു. ഇത് തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കുറച്ചുകൂടി വളർന്നു, ടോളറായി, ബ്രൗണറായി. ഐ ഓൾസോ ലേൺ ദാറ്റ് ഐ കുഡ് നൗ ജഡ്ജ് ക്വൈറ്റ് അക്യുറേറ്റ്ലി ദ ഡിസ്റ്റൻസസ് ഐ കുഡ് കവർ അറ്റ് എ സ്പ്രിന്റ് വിത്ത് എ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് ഇൻ മൈ ഹാൻഡ്. Hence, I could time my arrival at various localities at the same time every day. I could calculate in my head that the amount owed to Shamsuddin by each of his subscribers and could reel off the names of those who had not paid up that day. Mostly, I learned that to be a working man meant you had to be up and ready to face the day, whatever else may happen to you. എന്താ പറയുന്നത്? ഒരു വർഷം ഈ പതിവ് തുടർന്നപ്പോൾ അവർക്ക് ഓടി നടന്ന ആ ഒരു വർഷത്തിനിടയിൽ ഉയരത്തിലും ബ്രൗണറുമായിട്ട് അദ്ദേഹം വളർന്നു. ഒരു കെട്ട് പേപ്പറുമായിട്ട് എത്ര ദൂരം സ്പ്രിൻറ്റിൽ ഓടി പോകാൻ പറ്റുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. കൃത്യമായിട്ട് വിലയിരുത്താൻ കഴിഞ്ഞു. കുറേ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരാൻ തുടങ്ങി. കുറച്ചുകൂടി വലുതായില്ലേ അതുകൊണ്ട് കേട്ടോ. എല്ലാ ദിവസവും അതുപോലെ തന്നെ
ഷംസുദ്ദീൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ പത്രങ്ങൾ വാങ്ങണത്, എത്ര പൈസ ആളുകൾ കൊടുക്കാനുണ്ട്, ഇതെല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു വർഷം ജോലി ചെയ്തതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് അദ്ദേഹം പറയുന്നത്. homework, tuition, prayers all carried on, but the Madras Dhanushkodi mail would not wait for me. എല്ലാം അതുപോലെ തന്നെ തുടർന്നു. ട്യൂഷൻ ആയിക്കോട്ടെ, പ്രാർത്ഥനകളായിക്കോട്ടെ, എല്ലാം നടന്നുകൊണ്ടിരുന്നു. പക്ഷെ മദ്രാസ് ധനുഷ്കോടി മെയിൽ മാത്രം ആരെയും കാത്തു നിന്നില്ല. ആ ട്രെയിനിന് അവിടെ സ്റ്റോപ്പ് ഇല്ലാണ്ടായല്ലോ. അതുകൊണ്ട് അത് ട്രെയിൻ വരുമ്പോൾ നമ്മളവിടെ എത്തണം. I had to be present at the station at the correct time and at the correct point to collect the bundles as they came flying in. അപ്പോൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്പോട്ടിൽ ഞാൻ അവിടെ എത്തണം. ആ ബണ്ടിൽസ് ഇങ്ങനെ പറക്കുകയാണ് ചെയ്യല്ലേ, ട്രെയിനിൽ നിന്ന് വലിച്ചെറിയല്ലേ, നമ്മളത് പിടിക്കാൻ വേണ്ടി റെഡിയായി അവിടെ നിൽക്കണം. It was my first brush with taking up a responsibility and seeing to it that I kept my word to my cousin Shamsuddin. No matter what, it was also the most enjoyable time and I loved every moment of it, often notwithstanding the intense tiredness every night. അപ്പോൾ എന്താ അദ്ദേഹം പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഷംസുദ്ദീനോടുള്ള വാക്ക് പാലിക്കുകയൊക്കെ ചെയ്തതിൽ അദ്ദേഹം അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ രാത്രിയും അദ്ദേഹം കഠിനമായിട്ടുള്ള ക്ഷീണമുണ്ടായിരുന്നു. ചെറിയ കുട്ടിയല്ലേ, 8 വയസ്സ്, ഒരു വർഷം കഴിഞ്ഞ 9 വയസ്സല്ലേ. അപ്പോൾ എന്നിരുന്നാൽ പോലും അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡെഡിക്കേഷനോട് കൂടി ആ കാര്യങ്ങൾ ചെയ്തു. ഓരോ നിമിഷവും അദ്ദേഹം ആസ്വദിച്ചു. My mother often fretted at my taking up this additional work and the toll it was taking on me, but I shook my head and smiled at her. അപ്പോൾ ഈ അധിക ജോലി ഏറ്റെടുക്കുന്നതിലും അത് വരുത്തി വയ്ക്കുന്ന ഭാരത്തിലും അമ്മ പലപ്പോഴും വിഷമിച്ചിരുന്നു. അതെ, അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇത്രയും ചെറിയൊരു കുട്ടിയാണല്ലേ, ഇത്രയും ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും എന്താണ്, അബ്ദുൽ കലാം എന്താ പറയുക, അത് അവർക്കൊരു സഹായം ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ അബ്ദുൽ കലാം അവരെ നോക്കി ചിരിക്കും. നോയിങ് ദാറ്റ് മൈ ഏർണിങ്സ് were somehow helping us all. അപ്പോൾ അബ്ദുൽ കലാമിന് അറിയാമായിരുന്നു ആ ചെറിയൊരു വരുമാനം, ഈ പത്രം ഇട്ട് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം ആ കുടുംബത്തിന് സഹായകമാകുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമായിരുന്നു. ആൻഡ് ദാറ്റ് ഷീ വാസ് സീക്രട്ട്ലി പ്രൗഡ് ഓഫ് മീ ഫോർ ഹാവിങ് ടേക്കൺ ഓൺ ദ റോൾ ഓഫ് എ വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8. പിന്നെ ഈ 8 വയസ്സുള്ള തൻ്റെ മകൻ ഇത്രയധികം എന്താ പറയുക, റെസ്പോൺസിബിളായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നതിൽ അവർ പ്രൗഡാണ്. മകനെക്കുറിച്ച് ഓർത്ത് അവർക്ക് അഭിമാനം ഉണ്ടെന്നുള്ളതും അബ്ദുൽ കലാമിന് അറിയാമായിരുന്നു. kept me going with a smile on my face, a working man at the age of 8. അപ്പോൾ അദ്ദേഹം ഒരു ജോലി ചെയ്യുന്ന ഒരാളുടെ വേഷം ഏറ്റെടുത്തതിൽ അമ്മ ആസ്വദിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് അത് സന്തോഷമുണ്ടെന്ന് അല്ലെങ്കിൽ അഭിമാനം ഉണ്ടെന്നുള്ള അബ്ദുൽ കലാം അറിയാമായിരുന്നു. അങ്ങനെ മുഖത്തൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് അദ്ദേഹം ഇതെല്ലാം കേട്ടതിന് ശേഷം മുന്നോട്ട് പോവുകയാണ്. എ വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8 എന്ന് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആൻ എക്സ്ട്രാക്ട് ഫ്രം APJ അബ്ദുൽ കലാംസ് മെമ്മോയർ മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻസ് എന്ന് പറയുന്ന അബ്ദുൽ കലാമിൻ്റെ തന്നെ എന്തുണ്ട് ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്ന് എടുത്ത ഒരു ചെറിയ ഭാഗം മാത്രമാണിത്. വളരെ നല്ല ഒരു പോർഷനാണ്. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളാലാകുന്ന ഒരു ഹെൽപ്പ് നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നമ്മളുടെ കാര്യത്തിന് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആരാണ് APJ അബ്ദുൽ കലാം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. 1931 ജനിച്ച് 2015 അദ്ദേഹത്തിൻ്റെ മരണം. രാമേശ്വരം, തമിഴ്നാട്ടിലെ രാമേശ്വരത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, സയൻറ്റിസ്റ്റാണ്, ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഹൂ ലെഡ് ഇന്ത്യാസ് മിസൈൽ ആൻഡ് സ്പേസ് പ്രോഗ്രാംസ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹമാണ്. ആൻഡ് അതെല്ലാത്തിനും ഉപരി നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ പ്രസിഡന്റാണ്, ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു. ഹിസ് ഡീപ്പസ്റ്റ് ഇൻട്രസ്റ്റ് ലേ ഇൻ ഷെയറിങ് ഹിസ് ഐഡിയാസ് വിത്ത് യങ് മൈൻഡ്സ്. എമംഗ് ഹിസ് വർക്ക്സ് ആർ ഇന്ത്യ. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് വർക്കുകൾ ഉണ്ട് കേട്ടോ, ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇന്ത്യ 2020, വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, യു ആർ ബോൺ ടു ബ്ലോസം ആൻഡ് ടാർഗറ്റ് 3 ബില്യൺ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്. ഹി വാസ് ദ റെസിപ്പിയൻറ്റ് ഓഫ് സെവറൽ പ്രസ്റ്റീജിയസ് അവാർഡ്സ് ഇൻക്ലൂഡിംഗ് ദ ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു വളരെ നല്ലൊരു പേഴ്സണാലിറ്റിയാണ് APJ അബ്ദുൽ കലാം. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളിത് വായിക്കുക.
അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എല്ലാത്തിൻ്റെ ക്ലാസ്സും നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ കാണുക. ഇൻ കേസ് നിങ്ങൾക്ക് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.